ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആൻഡ്രോയിഡ് മലയാളി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്, നമ്മൾക്കിപ്പോൾ അറിയാം ക്യാമറ വഴി നമുക്ക് ഫൈൻ ലഭിക്കാറുണ്ട്. അപ്പം ഇത്തരത്തിൽ ലഭിക്കുന്ന ഫൈന് നിങ്ങൾ അടക്കാൻ വൈകിയാണ്, അതായത് 60 ദിവസത്തിന് ശേഷമാണ് അടക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ ഒന്നുകിൽ ട്രാൻസ്ഫർ ടു വെർച്വൽ കോഡ് എന്നോ അല്ലെങ്കിൽ ഇൻവാലിഡ് ID എന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ എറർ കാണിക്കാം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അടക്കാൻ ശ്രമിക്കുന്ന സമയത്ത്. അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ ചെല്ലാൻ ആരാണ് ഇഷ്യൂ ചെയ്തെന്ന് നോക്കുക. ഒന്നുകിൽ പോലീസ് ആയിരിക്കാം, അല്ലെങ്കിൽ MVD ആയിരിക്കാം. MVD ആണെങ്കിൽ അത് ഏത് RT ഓഫീസിൻ്റെ കീഴിൽ നിന്നാണ് ഇഷ്യൂ ചെയ്തതെന്ന് നോക്കുക, അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം. പോലീസ് ആണെങ്കിൽ അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് ക്രൈം ബ്യൂറോ ഉണ്ടാവും. ആ ഓഫീസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഈ രണ്ട് സ്ഥലങ്ങളിലും ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ആരാണോ ചെല്ലാൻ ഇഷ്യൂ ചെയ്തത് ആ അതോറിറ്റിയുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെടുക. അപ്പോൾ അവർ ഒന്നുകൂടി ഓൺലൈനിൽ തന്നെ അടക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തുതരും. അങ്ങനെയായിരുന്നു ലാസ്റ്റ് അപ്ഡേറ്റ് ഉണ്ടായിരുന്നത്. ഇനി അതിന് മാറ്റം വന്നോ എന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെ പരമാവധി നിങ്ങൾ ഇത്തരത്തിൽ ഒരു ഫൈൻ ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും 60 ദിവസത്തിനുള്ളിൽ തന്നെ അടക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാണ്ട് ഇതിൻ്റെ പിന്നാലെ ഇങ്ങനെ നൂലാമലയിൽ നടക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, പഴയ രീതിയിൽ ഞാൻ മുമ്പ് ചെയ്ത 2 വീഡിയോയിലും ചെല്ലാൻ വന്ന സമയത്ത് നമ്മൾക്ക് ആരെങ്കിലും ഒരു ഫോൺ നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ OTP ലഭിക്കുമായിരുന്നു. എന്നാൽ പലരും കമൻറ്റ് ചെയ്യുന്നത് കണ്ടു, ഇപ്പോൾ അങ്ങനെ ലഭിക്കുന്നില്ല എന്ന്. ഒരുപക്ഷെ പുതിയ അപ്ഡേറ്റ് പ്രകാരം RCയിൽ ഏതാണോ നമ്പർ കൊടുത്തിരിക്കുന്നത് അത് ഉപയോഗിച്ചിട്ട് തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ആ RC ഓണറുടെ നമ്പറിലേക്കായിരിക്കാം ഈ SMS-ൻ്റെ OTP പോകുന്നത്. അങ്ങനെ ഒരു വ്യത്യാസം ചിലപ്പോൾ വന്നിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്തെങ്കിലും നമ്പർ കൊടുക്കാനുള്ള ഓപ്ഷനോ അല്ലെങ്കിൽ നമ്പർ കൊടുക്കുമ്പോൾ OTP നിങ്ങളുടെ നമ്പറിലേക്ക് വരാത്തതൊക്കെ ഈ ഒരു കാരണം കൊണ്ടായിരിക്കാം. ഒരുപക്ഷെ പുതുതായിട്ട് ലാസ്റ്റ് പറഞ്ഞിരിക്കുന്ന ഒരു കമൻറ്റ് കണ്ടത്, OTP കൊടുക്കാൻ വേണ്ടി നമ്പർ എവിടെ കാണുന്നില്ല, OTP സെൻഡ് ടു മൊബൈൽ നമ്പർ എന്ന് മാത്രമേ കാണിക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം, അതായത് ആ വണ്ടി ഏത് RC ഓണറുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അപ്പോൾ കൊടുത്തിരിക്കുന്ന ആ നമ്പറിലേക്കായിരിക്കും ഈ OTP പോകുന്നത്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ പറയാനാണ് ഞാൻ നിങ്ങൾക്ക് ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. കാരണം ഒരുപാട് പേര് കമൻറ്റിൽ ചോദിക്കുന്നുണ്ട്, ഒരുപാട് കൂടുതൽ സംശയമുണ്ട്. അപ്പോൾ നിങ്ങൾ RT ഓഫീസോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലീസിൻ്റെ ക്രൈം ബ്യൂറോ അവരുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരൊന്നുകൂടി ഓൺലൈൻ തന്നെ അത് അടക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും. അല്ലാതെ ഡയറക്റ്റ് കോർട്ട് മുഖേന നമുക്ക് അടക്കാൻ വേണ്ടി സാധിക്കും. അതിന് പക്ഷേ വക്കീലും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ ഇത് കറക്റ്റായിട്ട് എനിക്കറിയില്ല, പക്ഷേ അധിക പേരും അങ്ങനെ കമൻറ്റ് ചെയ്ത് കണ്ടു. ഓഫീസുമായി ബന്ധപ്പെട്ട സമയത്ത് അവർ ഒന്നുകൂടി എനിക്ക് ഓൺലൈൻ തന്നെ അടക്കാൻ സൗകര്യം ചെയ്തു തന്നു പല ആൾക്കാരും കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ളൊരു വീഡിയോ ഞാൻ നോക്കിയിട്ട് ചെയ്യാം. തൽക്കാലം ഇത് ജസ്റ്റ് കുറേ ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ജസ്റ്റ് ഒരു വീഡിയോ ചെയ്തു തന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിശ്വസിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും സംശയങ്ങളും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റ് സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടും വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.